വൈക സുഖമാണോ? എല്ലാം ഒന്ന് സെറ്റായത് ഇപ്പോഴാ. ഓക്കേ. സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ മാധവേട്ടനെ സഹായിച്ച്. ആര്? മാധവൻ? അയ്യോ, അത് ഇവിടുത്തെ സെക്യൂരിറ്റിയാണ്. നല്ല പ്രായമുള്ള മനുഷ്യനാ. ഓ, വയസ്സിനാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ചുറ്റുപാടൊക്കെ എങ്ങനെയുണ്ട്? ചുള്ളന്മാരൊന്നുമില്ലേ? എനിക്ക് ആരും അറിയില്ല. പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ലേഡീസാ. ഒരു മോഹൻദാസ് ആണ് ഈ ഫ്ലാറ്റ് എടുത്തു തന്നത്. പിന്നെ ആകെ കേട്ടൊരു പേര് പ്രിൻസ് എന്നുള്ളതാ. അത് ഗൾഫിൽ നിന്ന് വന്ന് ഹോം ക്വാറന്റൈൻ ഇരിക്കുക. പ്രിൻസ് രാജകുമാരൻ സുന്ദരനാണല്ലേ? ഇങ്ങനെ സംശയത്തിന്റെ മുകളിൽ ചോദ്യം ചെയ്യാനാണെങ്കിൽ എന്നെ ഇനി വിളിക്കണ്ട. ഓഹോ, പ്ലീസ്. അവിടെ നല്ല ചെറുപ്പക്കാരൊന്നുമല്ലേ? കൂൾ കൂൾ കൂൾ. എനിക്ക് തന്നെ ഭയങ്കര വിശ്വാസമാണ് വൈക. എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഓക്കെ 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 മോളെ. ഓക്കെ ഓക്കെ. ഐ നോ യു ഹാവ് ലോട്ട് മോർ വർക്ക് ടു ഡു. ഓക്കെ ഓക്കെ, ടേക്ക് കെയർ. ബൈ. ലവ് യു കണ്ണ. പ്രിൻസ് എന്തോന്നു പ്രിൻസ്? മാധവൻ ആൻഡ് പ്രിൻസ്. പ്രിൻസ് മാധവൻ പ്രിൻസ്. ശരിയാക്കി കൊടുക്കാൻ. ഹലോ സൂരജ്, ഞാനിവിടെ ഫ്ലാറ്റിലെത്തിട്ടോ. പറവൈശൊക്കെ ഹെട പൊട്ട, ഞാൻ തിരുവനന്തപുരത്തുണ്ട്. ഫ്ലാറ്റിന്റെ ലൊക്കേഷൻ ഞാൻ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. ആണ്. അവിടെ ഒരു കാര്യം ചെയ്യാം, ഞാൻ നാളെ രാവിലെ തന്നെ അങ്ങെത്താം. ശരി, അപ്പോ നാളെ കാണാം. ഓ, നാളെ ഞാൻ അടിച്ചു പൊളിക്കും. ഹലോ, ഹായ്. ഞാൻ ഗീതു, ഈ ഫ്ലാറ്റിന്റെ പ്രസിഡന്റ് ആണേ. വരൂ, ഇരിക്കൂ. വരൂ. ഇത് പാർവതി, ഇവിടുത്തെ സെക്രട്ടറി ആണേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഷുവർ. എന്ത് ചെയ്യുന്നു? ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. പപ്പയും അമ്മയൊക്കെ ജർമ്മനിയിലാണ്. മാരീഡ് ആണോ? ഞാൻ മാരീഡ് ആണ്. പുള്ളി ഡോക്ടറാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ ഡിവോഴ്സിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓ സോറി. ഹേയ്, നോ പ്രോബ്ലം. ഹീസ് എ നൈസ് ഗൈ. ഈ ജാതി മതമൊക്കെ രണ്ടാകുമ്പോൾ ഉള്ളൊരു പ്രശ്നമില്ലേ, പിന്നെ വീട്ടുകാരുടെ എതിർപ്പ്. ഹായ്, ഇതാരാ? ലക്ഷ്മോളെ വാ. ഇത് ഞങ്ങളുടെ ലക്ഷ്മിക്കുട്ടിയാ, 4Bയിലെ അനിരുദ്ധിന്റെ മോളാണ്. ഓ, വാ മോളെ. എന്താ നാണമാണോ? അത് മിണ്ടില്ല. ചെറുപ്പത്തിലെ നല്ല മിടുക്കമായിരുന്നു. ഇടയ്ക്കൊരു ആക്സിഡന്റ് പറ്റി. ആ ആക്സിഡന്റിന് ശേഷം സംസാരശേഷി നഷ്ടപ്പെട്ടു. ട്രീറ്റ്മെന്റിലൂടെ ജീവൻ മാത്രമേ തിരിച്ചു കിട്ടിയുള്ളൂ. ഓ, അത് മാത്രമല്ല, ആ ആക്സിഡന്റിൽ മോളുടെ അമ്മയും മരിച്ചു. അതിനുശേഷം അനിരുദ്ധേട്ടൻ ആകെ ഒരവസ്ഥയില്ല. പിന്നെ മാലതി ചേച്ചി ആ മോളെ നോക്കുന്നത്. മക്കളില്ലാത്ത ചേച്ചി ലക്ഷ്മിക്കുട്ടിയെ പൊന്നുപോലെയാ കൊണ്ടു നടക്കുന്നത്. നീ ഇവിടെ എന്തെടുക്കുക? അയ്യോ, ഈ വല്ല പറ്റി മോളെ? ഒരു മിനിറ്റേ. ഒന്നുമില്ല കേട്ടോ. എന്തു പറ്റി പ്രിൻസ്? നമ്മുടെ അനിരുദ്ധേട്ടൻ്റെ മോള ഓടി വന്ന കണ്ടില്ല. എന്ത് ഇച്ഛായ ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങിയോ? അതേ, ഒരു ബോധമൊക്കെ വേണ്ടേ? ഞാൻ പറഞ്ഞിരുന്നല്ലേ ഫ്ലൈറ്റിലൊക്കെ വന്നോണ്ട് ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരാൻ. എൻ്റെ ആൻസി ഒറ്റക്കിരുന്ന് വട്ടാവുക. നീ ആണെങ്കിൽ ബിസി. എത്ര ദിവസമായി കണ്ടിട്ട്? നീ എന്നാ ഇങ്ങോട്ട് വരുന്നേ? ഈ മുടിഞ്ഞ കൊറോണ ആയിരുന്ന ഞാനും ആകെ വട്ടായിരിക്കുക. ഡ്യൂട്ടി ചെയ്ത് നടു ഒടിഞ്ഞു. ഫ്രീ ടൈം പോലും ഇല്ല. പിന്നെ ഞങ്ങളുടെ സാലറിയുടെ കാര്യമൊക്കെ അറിയാമല്ലോ. ഇനിയിപ്പോ ഒരു ദിവസം ലീവ് കിട്ടിയാൽ തന്നെ അവിടെ ഒന്ന് ക്വാറന്റൈൻ കിടക്കേണ്ടി വരും. അതിലും ഭേദം നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതാ. അതെങ്ങനെയാ? ഇയാളോട് ഇവിടെ വന്ന് ക്വാറന്റൈൻ കിടക്കാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. അവിടെ ഒന്ന് കിടന്നിട്ട് പ്രത്യേകിച്ചും ചെയ്യാനില്ലല്ലോ. ഇവിടെയാണെങ്കിൽ നമുക്കൊരുമിച്ച്. എന്തോ ഒരുമിച്ച്? അല്ല, ഒരുമിച്ച് ക്വാറന്റൈൻ കിടക്കാമല്ലോ. തൽക്കാലം മോനിപ്പോ അകത്ത് കയറ്. ഞാൻ തിങ്കളാഴ്ച അങ്ങോട്ട് വരുമല്ലോ. അങ്ങനെ വഴിക്ക് വാ. എവിടെ പോവാ? ഡ്രൈവിന് ഇറങ്ങിയതാ. എന്റെ സാറേ, സാറിനോട് ക്വാറന്റൈനിൽ ഇരിക്കാൻ പറഞ്ഞല്ലേ? ആ മോഹൻദാസ് സാർ കണ്ട എന്നെ വഴക്ക് പറയുന്നത്. എല്ലാരും കൂടി എന്റെ മേക്കട്ടാ കയറുന്നത്.
സാറേ പ്ലീസ്. വീട്ടിലിരുന്ന് എന്താ സാറേ മടുത്തു പറഞ്ഞാൽ മാധവൻ. മനസ്സിലാവില്ലേ സാറേ? എന്റെ ഡ്രൈവർ അവസ്ഥ ഒന്ന് relax ആണെന്ന് മനസ്സിലാക്കണം കരുതിയിട്ടാ. സാർ. ബുദ്ധിമുട്ടിപ്പിക്കരുത് സാർ പ്ലീസ്. അകത്ത് പോണം സാർ. ഓക്കെ മാധവൻ, ഓക്കെ. താങ്ക് യു സാർ. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ബോധമില്ല. കണി കാണും നേരം കമല നേത്രന്റെ നിറമേഴും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേഴും മഞ്ഞ തുകിൽ ചാർത്തി മോളെ പ്രാർത്ഥിച്ചോ? മിടുക്കി. കഥ കേൾക്കണോ? നീപ്പം എന്ത് കഥ പറയണ്ട. ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവ് അതിസുന്ദരിയായ ഒരു രാജ്ഞിയെ പ്രണയിച്ചു. അങ്ങനെ ആ പ്രണയം മുന്നോട്ട് പോകുമ്പോൾ നാടൊട്ടുക്കും ആഘോഷാക്കിയിട്ട് ഇവരുടെ കല്യാണം നടന്നു. ഈ രാജാവിനും രാജ്ഞിക്കും മിടുക്കിയായ അതിസുന്ദരിയായ ഒരു കുഞ്ഞു വാവ പിറന്നു, മോളെ പോലെ. ലക്ഷ്മി മോളെ, ഈ ഇവര് ഇന്നത്തെ കഥ കേട്ടാ മതി. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, പോയെടുത്ത് കഴിക്കേ. മൂന്നുപേരും സന്തോഷമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഈ സുന്ദരിയായ രാജ്ഞിയില്ലേ, അമ്മ രാജ്ഞി, ഈ രാജാവിനെയും രാജകുമാരിയൊക്കെ തനിച്ചാക്കിയിട്ട് അവര് പോയി. ആരും കാണാത്ത, ഒരിക്കലും തിരിച്ചു വരാത്ത എങ്ങോട്ടോ. ശോഭിത്തേ, നീ വന്ന്. നീ എവിടെ നിന്ന് ഇരുന്നേ? അവിടെ നീ എവിടെ ഇരിക്കേ? മാലിക്കിന്റെ കച്ചേരയല്ലേ? മാലിക്കല്ലേ അവിടെ ഇരിക്കുന്നത്, ഞാൻ എങ്ങനെ ഇരിക്കും? ഈടാ, ഇന്ന് നീയാണ് മാലിക് എന്ന് വിചാരിച്ചോ? അല്ലെങ്കിൽ നീ അങ്ങനെ തന്നെയാണല്ലോ വിചാരിക്കാറ്. ഞാനാണോ നീ മാലിക്? മാലിക് ഇതല്ല എന്നെ ഏൽപ്പിക്കാനോ? അപ്പൊ മാലിക് ഇനി എങ്ങനെ ജീവിക്കും? എടാ പൊട്ടാ, ഞാൻ തിരിച്ചു വരും. എന്തിനാ മാലിക്കിന് തിരിച്ചു വരണേ? ഞാൻ നന്നായി നോക്കിക്കൊള്ളാം. നിന്റെ ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ഒരു കാര്യം മനസ്സിലാക്കുക, നീ ഒരു താൽക്കാലിക മാലിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നിപ്പോ എറണാകുളത്തും നാളെ തിരിച്ചു വരും. അതുവരെ മാത്രമാണ് നീ മാലിക്, മനസ്സിലായോ? ഓ, താൽക്കാലിക് മാലിക്. എറണാകുളത്ത് പോയി തിരിച്ചു വരുന്നവരെ ഞാൻ മാലിക്. പൊട്ടന്റെ കാര്യം മനസ്സിലായി. ഇരിക്കടാ, ഒന്ന് കാണട്ടെ. അല്ല, ഇത് നാളെ തിരിച്ചു വരുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ കാണണം കേട്ടോ. ഞാൻ നന്നായി നോക്കിക്കൊള്ളാം. മൊലാലി പോയിട്ട് നശിപ്പിക്കാതെ ഇട്ടിരുന്നാ മതി. കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. ഒന്ന് വേഗം തുറക്കടി. എത്ര നാളായടാ കണ്ടിട്ട്. നീ മാറിയല്ലോ. മാറി നിക്ക്. ഇതിനു വേണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നത്? പിന്നല്ലാണ്ട് പിന്നെ ദീപരാനത്താണ് ഞാൻ അങ്ങോട്ട് കഷ്ടപ്പെട്ട് കയറി വന്നത്. ആരെങ്കിലും കണ്ടോ? അവിടെ ആരുമില്ല, ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അവിടുത്തെ ലൈറ്റ് എല്ലാം ഓഫായി. എങ്ങോട്ടെങ്കിലും പോ. ഓരോരുത്തന്മാർക്ക് വരാൻ കണ്ട സമയം. നമസ്തേ, ഞാൻ അനിരുദ്ധ. മോളെ. ആ, മോളെ എനിക്കറിയാം, ഇന്നലെ കണ്ടായിരുന്നു. വരൂ. വാ മോളെ. ഇരിക്കൂട്ടോ.
വൈകാന്നല്ലേ പേര്? ആ. പെങ്ങള് പറഞ്ഞിരുന്നു. ഉം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്ലാറ്റ് വരുന്നത്. നല്ല സ്പേസും വെളിച്ചമൊക്കെ ഉണ്ട്. ഇത്രയും വലിയ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക്. ഹസ്ബൻഡ് ചെന്നൈയില്ല, ഉടനെ ഇങ്ങ് എത്തും ആള്. ഓ മോളെ ക്യാപ്പ് എടുക്കല്ലേ, ചേച്ചിക്ക് കൊടുക്ക. അപ്പോ ഞാൻ പറഞ്ഞു വന്ന് നാളെ കർഫ്യൂ ആണ്. അപ്പൊ 5 മണിക്ക് എല്ലാവരും പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന ചെറിയൊരു പരിപാടിയുണ്ട്. ഈ ഒരു അവസ്ഥയിൽ മാക്സിമം ആളുകളെ സഹകരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഏയ്, അല്ല ഫോൺ ആ അതെന്റെതാ. കട്ടായെന്ന് തോന്നുന്നു. ഞാൻ നാളെ വരാൻ ചേട്ടാ. അയ്യോ വരണമെന്നില്ല, വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് നമ്മള് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എനിക്ക് അസുഖം വരണമെന്നൊക്കെ പറയുന്നത് വലിയ പേടിയാ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ നമ്മളെ വിട്ട് പോകുന്നത് അന്ന് സഹിക്കാൻ പറ്റില്ല. ഈ ഫോൺ അത് ഒരു ഫോണ്. ഓ 2 ഫോണുണ്ടോ? അല്ല വല്ല അത്യാവശ്യക്കാരായിരിക്കും, എടുത്തോളൂ, കുഴപ്പമില്ല. എന്നാ ഞങ്ങള് ഇറങ്ങട്ടെ. മോളെ ബൈ പറ ആൻറ്റിയോട്. ശരി മോളെ. നമസ്തേ. ശരി. നിനക്ക് ആ ഫോൺ ഒന്ന് സൈലന്റ് ഞാൻ എന്ത് ചെയ്യാനാ? ഗോപികയെ വിളിച്ചത്. ഓ. ഹലോ. ഹലോ ആ ഗോപു. ചേട്ടൻ എത്തിയോ? വൈശാഖിന്റെ അവിടെ എത്തിയോ? വൈശാഖ? ഏത് വൈശാഖ്? അല്ല മീറ്റിംഗ്. ആ വൈശാഖ്. ആ എടാ വൈശാഖ് എത്തിയിട്ടില്ല, കുറച്ച് വൈകും അവനെത്താൻ. കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. വേണ്ടടാ, ഞാനേ ഇനി ഫുൾ ഡിസ്കഷനിലായിരിക്കും. ഞാൻ ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് വിളിക്കാം, പോരെ? ഓക്കെ, മിസ് യു. ഓക്കേടാ, മിസ് യു ടു. ഭാര്യ ഭീകര കെയറിംഗ് ആണല്ലോ. ആ അവളെ കയറും കൂടി ഉണ്ടാ ഞാനിപ്പോ ഇവിടെ തന്നെ ഓ അങ്ങനെ നമുക്ക് ഡിസ്കഷൻ തുടങ്ങിയാലോ? എന്തേ?